വിദ്യാഭ്യാസം രാഷ്ട്രീയ പ്രചാരണമാവരുത്. വാരണാസിയിൽ സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ആളുകളോട് ചില സ്കൂളുകൾ കാണണം എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പ്രവൃത്തി ദിവസമായിരുന്നു. ഒരു കുറച്ച് കുട്ടികളുണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അവർ വന്നിരിക്കുന്നത്. ഇനി വരുന്ന നാളുകളിൽ നമ്മളെല്ലാം വിവിധ ചാക്കുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അന്യോന്യം കാണാനോ പരസ്പരം മിണ്ടാനോ സാധിക്കാത്ത വിധത്തിലേക്ക് ഈ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളത് ആരും മറന്നു പോകരുത്. നമ്മുടെ അധ്യാപകരല്ലേ പഠിപ്പിക്കുന്നത്, ഇതൊന്നും പഠിപ്പിക്കുകയല്ല. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല, ഇത് പഠിപ്പിച്ചേ പറ്റൂ. ഏവർക്കും സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി എതിർക്കപ്പെടേണ്ടതാണെന്ന് തമിഴ്നാടും ബംഗാളും പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും പറയുന്നത്? അതിനകത്ത് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് മറ്റു പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളം ഇതുവരെ അതിനെ എതിർത്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്മളാരും അറിയാതെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ചർച്ച നടത്താതെ, സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരറിയാതെ, സ്വന്തം അനുയായികളോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളോ അറിയാതെ ഇതിന് ബന്ധപ്പെട്ടായിട്ടുള്ള ചില ഉന്നത നേതാക്കന്മാർ പോയി രഹസ്യമായ ഒരു ബാന്ധവം കേന്ദ്ര സർക്കാരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണം. ഇത് ആരോപണമാണോ വാസ്തവമാണോ എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൂടുതലായിട്ട് വിശദത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. എന്നാൽ എൻ്റെ ചോദ്യം, തമിഴ്നാട് ബംഗാൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു? ഇപ്പോൾ നമുക്ക് തമിഴ്നാടും ബംഗാളും എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാത്തത് എന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഇവിടെ വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ് എന്നത് ശക്തമായി അവർ ഊട്ടിയുറപ്പിക്കുകയാണ്. കേന്ദ്രം സ്കൂളുകളുടെ പേരിൽ പോലും PM എന്ന പേരിടുന്നത് അതിന്റെ സ്വതന്ത്രതയ്ക്കും അതിന്റെ നിലനിൽപ്പിനും വിരുദ്ധമാണ് എന്ന് അവിടുത്തെ ഭരണകക്ഷികൾ കൃത്യമായിട്ട് പറയുന്നു. രണ്ടാമതായിട്ട് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചില നയങ്ങൾ അവിടുത്തെ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നില്ല. അത് നമ്മുടെ സംസ്കാരവുമായി ഒട്ടും പൊരുത്തപ്പെടുകയല്ല, പക്ഷെ അവരും പറയുന്നു അങ്ങനെ പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണം, 3 ഭാഷാ നയം. നമുക്ക് അതിനെക്കുറിച്ച് പ്രശ്നമില്ല, കാരണം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഹിന്ദി വേണ്ട എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത്. നമ്മുടെ ഭാഷ നമ്മുടെ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷ, അതിന്മേൽ മറ്റൊരു ഭാഷാ നയം ചുമത്തരുത് എന്നാണ് അവരുടെ ഭാഷ്യം. മൂന്നാമതായി, ഈ പദ്ധതിയിൽ കേന്ദ്രം അധികമായ നിയന്ത്രണം ചെലുത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. അത് വാസ്തവമാണ്. അതുകൊണ്ട് തമിഴ്നാടും ബംഗാളും പറയുന്നത് വിദ്യാഭ്യാസം രാഷ്ട്രീയ പ്രചാരണമാവരുത്, വിദ്യാഭ്യാസം രാഷ്ട്രീയ പ്രചാരണമാവരുത്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. അത് സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പിറന്നതായിരിക്കണം. അഞ്ചാമതായിട്ട്, ഇത് നടപ്പിലാക്കാനുള്ള വെല്ലുവിളികൾ പറയാം. PM ശ്രീ നടപ്പിലാക്കാനുള്ള വെല്ലുവിളികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ പദ്ധതിക്ക് മുന്നിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. രാജ്യത്തുടനീളം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഒരേ നിലയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും സംഭവിക്കാത്ത കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ തട്ടകമായിരിക്കുന്ന വാരണാസിയില് ഞാനൊരു സന്ദർശനം നടത്താനിടയായി. അദ്ദേഹത്തിന്റെ ആദ്യ സമയത്താണ്. വാരണാസിയിൽ സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ആളുകളോട് ചില സ്കൂളുകൾ കാണണം എന്ന് പറയുകയുണ്ടായി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പ്രവൃത്തി ദിവസമായിരുന്നു. ഒരു കുറച്ച് കുട്ടികളുണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അടിസ്ഥാന സംവിധാനം, ഒരു കെട്ടിടം, ക്ലാസ് റൂം ഇവയൊന്നുമില്ലാത്ത, മാത്രവുമല്ല നമുക്കറിയാവുന്ന പോലെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 3000 രൂപ കൊടുത്താൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും കിട്ടുന്ന യൂണിവേഴ്സിറ്റികളോ അതുപോലുള്ള സ്ഥാപനങ്ങളോ ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നും, അതേപോലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നതായിട്ടുള്ള കേരളവും തമിഴ്നാടും ഒക്കെ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇനിയും ഫണ്ട് വിതരണം വൈകുകയോ നിബന്ധനകളോടെ വരികയോ ചെയ്താൽ തന്നെ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കൃത്യത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 1500 കോടി രൂപയൊന്നും ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുന്ന ആളുകൾ പറയുന്നത്. ഞാൻ ആദരിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇനിയും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ 2 കൊല്ലത്തേക്ക് 200 കോടി രൂപ മാത്രമാണ്. 200 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഒരു തെറ്റിലേക്ക് നമ്മുടെ ജനതയെ കൊണ്ടെത്തിക്കണം. ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ബംഗാളും അതേപോലെ തമിഴ്നാടും വളരെ കൃത്യമായി അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഈ സാമ്പത്തിക ബെനിഫിറ്റ് അവര് കോടതി വഴിയായിട്ടാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത്
വലിയ ഒരു ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. അതിനാൽ നല്ല ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ PM ശ്രീ ആരംഭിക്കുന്നത്. എന്നാൽ അത് നടപ്പിലാക്കാൻ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അടുത്ത ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസം ഇനിയും വെറും പാഠപുസ്തക വിഷയമല്ല, അത് ഭരണത്തിന്റെ ദിശയും രാഷ്ട്രീയ തത്വവും നിശ്ചയിക്കുന്ന ശക്തിയുമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചായ്വിലേക്ക്, രാഷ്ട്രീയ പന്താവിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുമ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായി ജനത്തെ വാർത്തെടുക്കുകയാണ്. കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നിവ പറഞ്ഞിരുന്നത് ഒരു സാധാരണ എതിർപ്പല്ല, അതൊരു തത്വ പ്രഖ്യാപനമാണ്. സംസ്ഥാനങ്ങൾക്കും അവരുടെ ഭാവി നിശ്ചയിക്കാനുള്ള അവകാശം വേണം. അതേസമയം കേന്ദ്രം പറയുന്നത് വിദ്യാഭ്യാസ നിലവാരം ദേശീയ തലത്തിൽ ഒരുപോലെ ആയിരിക്കണം. ഇതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത് തെറ്റൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായി അങ്ങനെ പഠിപ്പിക്കാം. ചരിത്രത്തിന്റെ നല്ല പങ്കും നമുക്ക് അങ്ങനെ പഠിപ്പിക്കാം. പക്ഷേ നമ്മുടെ ചരിത്ര പുരുഷന്മാർ ദേശീയ തലത്തിൽ മാത്രമല്ല തദ്ദേശീയ തലങ്ങളിലുള്ള ആളുകളെ കുറിച്ചും അവർ നൽകിയ കോൺട്രിബ്യൂഷനെ കുറിച്ചും ദേശീയ തലത്തിൽ ഒരിക്കലും പഠിപ്പിക്കുകയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ നവോത്ഥാന കർത്താക്കളായിട്ടുള്ള പല ആളുകളും ഓൾറെഡി ഇപ്പൊ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് 1811 കേരളത്തിലേക്ക് വന്നിട്ടുള്ള കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ശരിക്കും നമുക്കൊരു ഭരണഘടനയ്ക്ക് തന്നെ അടിസ്ഥാനം പാകി തന്ന വ്യക്തി 1811. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സമ്മിശ്ര ഭോജനമൊക്കെ നടത്തിയത് 1818 മുതലുള്ള ഇവിടുത്തെ ബെഞ്ചമിൻ ബേലി എന്ന് പറയുന്ന പുരോഹിതന്മാരും അതേപോലെ തോമസ് നോർട്ടനെ പോലെയുള്ള ആളുകളും ഒക്കെയാണ്, ജോസഫ് പീറ്റിനെ പോലെയൊക്കെയുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരെ കുറിച്ചൊന്നും ഇതുവരെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല, ആരും കേട്ടിട്ട് പോലുമില്ല. കാരണം ആ ചരിത്രങ്ങളൊക്കെ തമസ്കരിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ തദ്ദേശീയമായിട്ട് കേരളത്തില് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ മലയാള ഭാഷയുടെ വളർത്തച്ഛനെന്ന് നമുക്ക് അതിധൈര്യമായി പറയാൻ കഴിയുന്ന ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചുള്ള ചരിത്ര അവബോധം നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരമായിട്ട് നമ്മൾ പകർന്നു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെയൊക്കെ വധിക്കാൻ മുൻകൈയെടുത്ത് അതിന്റെ കാരണക്കാരെ കുറിച്ചൊക്കെയുള്ള പാഠ്യപദ്ധതികളായിരിക്കും ഇനിയും പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് എവിടെ ചെന്ന് എത്തിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്തിലെ ഭിന്നത വീണ്ടും വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഭിന്നതയുടെ വിത്തുകൾ പാകി അത് ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും വരുന്ന നാളുകളിൽ നമ്മളെ എല്ലാം വിവിധ ചാക്കുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അന്യോന്യം കാണാനോ പരസ്പരം മിണ്ടാനോ സാധിക്കാത്ത വിധത്തിലേക്ക് ഈ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ആരും മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ചൂട്ട് വീശുന്നതായിട്ടുള്ള സഖാക്കളോട് ഞാൻ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് വരും തലമുറയോടുള്ള വലിയ ഒരു ദോഷമാണ്. ആ തലമുറയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസവും ചാനൽ വാക്കുകളിൽ കൂടെ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അധ്യാപകരല്ലേ പഠിപ്പിക്കുന്നത്, ഇതൊന്നും പഠിപ്പിക്കുകയല്ല. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല, ഇത് പഠിപ്പിച്ചേ പറ്റൂ. കാരണം ദേശീയ പാഠ്യ പുസ്തകങ്ങള് ദേശീയ തലത്തിൽ തന്നെ ആയിരിക്കും മൂല്യനിർണ്ണയങ്ങളൊക്കെ നടത്തുക. ഞങ്ങളുടെയൊക്കെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ജനത നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദയവുണ്ടായിട്ട് നിങ്ങൾ ഇതെല്ലാം ഈ സഖാക്കളുടെ കൈകളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഫോർവേഡ് ചെയ്യണമെന്ന് നിങ്ങളോടും ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.